എല്ലാരും കൂടി ഇന്ന് ഒരമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷം ഈ അമ്മയുടെ ഒപ്പമാണ്. അത് അമ്മ ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാം കണ്ടു പരിചയമുള്ള അമ്മയാണ്. അതായത് മരുമോളുടെ ക്രൂരമായ പീഡനത്തിനിരയായി സോഷ്യൽ മീഡിയ വൈറലായ അമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ദിവസം അമ്മയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്നത്തെ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ അമ്മയുടെ ഒപ്പമാണ് ആഘോഷിക്കുന്നത്. നമുക്ക് അമ്മയ്ക്ക് ചെറിയ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊടുത്തിട്ട് അമ്മയുടെ സന്തോഷം പങ്കിട്ട് നമുക്ക് അമ്മയെ കണ്ടിട്ട് പോകാം അല്ലേ അശു? ഇതാണ് നമ്മുടെ അമ്മ. അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അശുവാ. ഇതാണ് നമ്മുടെ അമ്മ. അമ്മ ഇപ്പോ സന്തോഷത്തിലല്ലേ? അപ്പൊ നമ്മള് അമ്മയെ കാണാൻ വേണ്ടി വന്ന ഐശുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയെ കാണാൻ വേണ്ടി. സന്തോഷമല്ലേ? മക്കളൊക്കെ കണ്ട അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. ഐശു കുട്ടി അമ്മയെ കണ്ടോ? അത് കുട്ടിയിലും കൂടെ കൈ പിടിച്ചോ. ഓക്കെ. അപ്പൊ നമ്മൾ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ്, ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നുണ്ട്. കേട്ടേ ഐശു എടുത്തുണ്ടോ? ഐശു എടുത്തുണ്ടോ? ആ കവറോയിൽ എടുത്തുണ്ടോ? പാക്കറ്റ് ഉൾപ്പെടെ. അമ്മയ്ക്കൊരു ക്രിസ്മസ് കേക്ക്. പിന്നെ വേറെ എന്തുവാ? മുറിച്ച് വായിച്ചു കൊടുക്കണം. ആ വായിച്ചു കൊടുക്കുക. അത് കിട്ടും. കൊടുക്ക ഐശു. ആലിയ കൊടുക്ക. ആലിയ. ഇത് അമ്മയ്ക്ക് ഇടാൻ വേണ്ടിയുള്ള ഒരു നൈറ്റ്. ടീച്ചറിപ്പം കണ്ടോ നൈറ്റ്? ഇഷ്ടപ്പെട്ടോ? ആ ചോപ്പല്ലേ ഇന്ന് ക്രിസ്മസിന് ഞങ്ങളെല്ലാരും ചോപ്പ ഇട്ടേക്കുന്നേ. കണ്ടോ? അതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ ചോപ്പ് കളർ നൈറ്റ്. അപ്പൊ ഇടുന്നോ? ഇല്ല. മടക്കി വെക്കാം. അവനായിട്ട് അമ്മ പിന്നെ ഇതാണോ? അവന്റെ തൊപ്പി വെച്ചേക്കാം. അപ്പൊ ഈ തൊപ്പി തൽക്കാലം വെച്ചോ ക്രിസ്മസിന്. എനിക്കും 2 കൊച്ചുമക്കളുണ്ട്, പക്ഷെ കാണാൻ പോലും കിട്ടത്തില്ല. എന്തമ്മേ? 2 കൊച്ചുമക്കൾ എനിക്കും ഉണ്ട്, പക്ഷെ കാണാൻ പോലും തരും. വിഷമിക്കണ്ട. 2 കൊച്ചുമക്കൾ. എത്ര കൊച്ചുമക്കൾ വന്നു? 1, 2, 3, 4 കൊച്ചുമക്കൾ വന്നു. പിന്നെ എന്നെ കൂടെ കൂട്ടിക്കും മോനായിട്ട്. പോരെ? ഇത്ര കൊച്ചുമക്കൾ ക്രിസ്മസിന് വന്നില്ലേ കാണാൻ വേണ്ടി? സന്തോഷമായല്ലോ. ഇനി ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ കേക്ക് മുറിക്കണോ? ഇപ്പൊ മുറിച്ചു കൊടുക്കണോ? അമ്മയുടെ കാര്യം പിടിച്ചോ. അമ്മയെ 2 പേരുടെ കൈ പിടിച്ചോ. മുറിക്കാമേ. ചെറിയ പീസ്. ഹാപ്പി ക്രിസ്മസ്. എടുത്തു കൊടുക്കും മോളെ. ചെറിയ പീസ് നമ്മുടെ വയൽ വെച്ചു. അമ്മയ്ക്ക് മധുരം ഇങ്ങനെ എടുത്ത് കൊടുക്കും. ഞാൻ എടുത്തു തരാം. എടുക്കാവോ? എടുത്തോ? പൊക്ക്. അങ്ങനെയാണ്. ഇച്ചിരി അമ്മയുടെ വായിച്ചു കൊടുക്ക്. ഹാപ്പി ക്രിസ്മസ്. അയച്ചോ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. സന്തോഷമായി. ഞങ്ങൾ എല്ലാരും വന്ന് അമ്മയെ കണ്ട്. കൊച്ചുമക്കളില്ലെന്നുള്ള വിഷമൊന്നും വേണം. ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാവും കേട്ടാ. തൊട്ടടുത്താണ് ഞങ്ങളുടെ വീട്. ഇവിടെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ അടുത്ത വീട്. കാരാളം നമുക്ക് അറിയത്തില്ലേ? കാരാളങ്ങ് തൊട്ടപ്പുറത്താണ്. കാരാളമുക്കിന്റെ അങ്ങോട്ട് പോയ റെയിൽവേ സ്റ്റേഷൻ, അവിടെയാണ് വീട്. SVR. കഴിവാമേ കഴിവാം. അപ്പം ഹാപ്പി ക്രിസ്മസ്. ഒരു പാട്ട് പാടുവോ ക്രിസ്മസിന്റെ?
എന്തൊരു ക്ഷേമെന്ന് പഠിക്കേ. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം. എത്ര മനോ. ഇന്നലെ പാടുന്നുണ്ട്, ഇന്നലെ രാത്രി ആരോ അതും പാടുന്നത് ഞാൻ കേട്ടായിരുന്നു. ഇല്ല, ഇന്നലെ അത് പാടിയില്ലായിരുന്നു. ഇന്നലെ അത് പാടിയായിരുന്നു അല്ലേ? അപ്പൊ നെറ്റൊക്കെ ഇട്ട് നല്ല സന്തോഷത്തോടെ ക്രിസ്മസ് നാളെ അടിച്ചു പൊളിക്കണം കേട്ടാ. വിഷമിച്ചൊന്നിരിക്കരുത്. ഈ ഒരുപാട് വിഷമങ്ങളും ത്യാഗങ്ങളൊക്കെ സഹിച്ചാണല്ലോ യേശു വന്നത് അല്ലേ? അപ്പൊ നമ്മള് അതൊക്കെ മനസ്സിൽ ഓർത്ത് എല്ലാ വിഷമങ്ങളും സഹിച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കാം കേട്ടാ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ? പോവല്ലേ? അപ്പൊ ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. അന്ന് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങള് അമ്മയോടൊപ്പം ആഘോഷിച്ചു. ബാത്തു പറയാണ്ട് ഞാൻ പോ. ഒന്നുമില്ലേ? സന്തോഷമായ അമ്മയെ കണ്ടല്ലേ? അപ്പൊ നമുക്ക് പോയിട്ട് പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ വരാം കേട്ടാ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ വരാം. ഓക്കെ, ആ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, ആ ഭാഗത്തൊരു മോളത്തേക്കാം. മനസ്സിലായ കുഴപ്പമില്ല, അതൊക്കെ മാറും. Happy Christmas, Happy Christmas.